കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം തേയും ജേക്കയും അവരുടെ അപ്പാർട്ട്മെന്റിലെത്തി. നമ്മുടെ ജേക്കയ്ക്ക് തേ എടുത്തത് ഇപ്പൊ ചെറുങ്ങനെ ഒരു നാണം. അതുകൊണ്ട് ജേക്ക് തേയൊടൊന്നും മിണ്ടാതെ വേഗം റൂമിലേക്ക് പോയി. തേയും ജേക്കയുടെ പിന്നാലെ പോയി. ഏയ്യാ, അത് പിന്നെ ഞാൻ വേണമെന്ന് വെച്ച് നിന്നെ എടുത്തതല്ല. പിന്നെ നീ അവിടെ നിന്ന് കുറേ സമയം സംസാരിച്ചിരിക്കില്ലായിരുന്നോ? പിന്നെ ഞാൻ കുറേ സമയമില്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ സർ. സാറിന്റെ ഭാഗത്ത് മാത്രമല്ല എന്റെ ഭാഗത്തുണ്ടല്ലോ തെറ്റ്. സാറ് കുറെ സമയമായിരുന്നല്ലോ എന്നോട് പറഞ്ഞിട്ട് വരാൻ. അതിന് ഞാനവിടെ സംസാരിച്ചിരുന്നപ്പോ വരാൻ തോന്നില്ല, അതുകൊണ്ട് ഐ എം സോറി. മതി നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് കളിക്കണ്ട. താൻ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്ക് വന്നിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം. താൻ ഇവിടെ ആദ്യമായിട്ടല്ല വന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തേക്ക് കറങ്ങി വരാം. ശരിക്കും ഞാനിപ്പോ വരാവേ. എനിക്ക് പുറത്ത് പോയിട്ട് കുറെ നാളെ നല്ല ഡ്രസ് വാങ്ങിട്ട് വരാം. അവളുടെ സന്തോഷം കണ്ടില്ലേ? ബേബി പോലെയുണ്ട്, ക്യൂട്ട്. കണ്ടാലും ബേബി തന്നെയാ, സ്വഭാവം ബേബി തന്നെയാ. എൻ്റെ ക്യൂട്ട് ബേബി. അയ്യോ, ഇവളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, എൻ്റെ സമയം വൈകിപ്പോവും. വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനുള്ള തന്നെ. അപ്പം ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. ഞാൻ കൊറിയയിൽ വന്നിട്ട് വരെ ഇങ്ങോട്ടേക്കൊന്നും പോയിട്ട് പോലുമില്ല. സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നു. താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോയി വരട്ടെ. ഇറ്റ്സ് മൈ പ്ലഷർ. പിന്നെ താൻ പോയിക്കോ, എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. ഒറ്റയ്ക്കൊന്നും എങ്ങോട്ടേക്കും പോകണ്ട. ഇത് തനിക്ക് പറ്റിയ നല്ല സ്ഥലമൊന്നുമല്ല. പിന്നെ ഞാനിവിടേക്ക് വന്നെന്ന് പറയുന്നത് കൊണ്ട് മാത്രമേ തന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരത്തേ ഇല്ലായിരുന്നു. പിന്നെ താൻ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ നിൽക്കണ്ട. തന്നെ കണ്ടാൽ അറിയാം തനിക്ക് കുടിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് കുടിച്ചാൽ മതി. ശരി സർ. ഇനി ഇച്ചാനിക്ക് ഒരു സാധനമാണല്ലോ. ഇച്ചാനി എവിടേക്ക് വിടത്തില്ല. അതുപോലെ തന്നെ ഇങ്ങേരും ഇനി എന്റെ കൂടെ തന്നെ ഇരിക്കണല്ലോ. ഇങ്ങയുടെ കൂടെ ഇരിക്കാൻ ഞാനാരെ? ഇനി എന്റെ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ? ഇനി എന്റെ കൂടെ തന്നെ ഇരിക്കാനാണെങ്കിൽ എനിക്ക് അവിടെ വീട്ടിലിരുന്നാൽ മതിയില്ലേ? പിന്നെ ഇതിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് കൊണ്ടുവന്നത്? ഇന്ന് സാധനം ഇങ്ങേര് ഒന്നും അങ്ങോട്ടേക്ക് വിട്ടിരുന്നെങ്കിലോ. എന്തായാലും ഡ്രിങ്ക്സ് ഒന്നും ഞാൻ കുടിക്കത്തില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്കെങ്കിലും ഞാൻ കുടിച്ചോട്ടല്ലോ. താനെന്താ ഇങ്ങനെ കുറിക്കുന്നേ? ഒരു മിനിറ്റ്, എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ വരാം. താൻ ഇവിടെ തന്നെ ഇരിക്കേ. ഓക്കെ സർ. പോയോ? കുറച്ച് സമയം അവിടെ സ്റ്റേജിൽ ഡാൻസിലേക്ക് വയ്ക്കുക. ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. സാറ് വരോളം എനിക്ക് കുറച്ചൊന്ന് ഡാൻസ് കളിക്കാനാ. നമ്മുടെ തേയ അവിടെ നിന്ന് ഡാൻസ് ഫ്ലോറിലേക്ക് പോയി. നമ്മുടെ ജേക്ക് കോളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ തേയെ കാണുന്നില്ല. ജേക്ക് എല്ലായിടത്തും തേയെ അന്വേഷിക്കാൻ തുടങ്ങി. ഇവിടെ എവിടെ പോയി കിടക്കുക? ഞാൻ ഇവളോട് പറഞ്ഞതാ ഇവിടെ അടങ്ങിയിരിക്കാൻ. ഇതന്നെ ഇവിടെ പോയി. തേയാ
Wow, this is beautiful song and your voice is outstanding. Thank you, Miss Thea, for singing us this beautiful song. One for us, please. Congrats, our Thea. Thank you so much. അയ്യോ സാറിനെ കൊണ്ടെന്നാ തോന്നുന്നു എനിക്ക് എന്തായാലും ഇപ്പൊ കിട്ടും. സാർ ഞാനത് പിന്നെ വാവ് ദയാ, തൻ്റെ ശബ്ദം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയോ? ഇറ്റ്സ് റിയലി അമേസിങ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സൂപ്പർ. എനിക്കറിയില്ലായിരുന്നു താൻ ഇത്ര നന്നായി പാടുമെന്ന്. കൺഗ്രാറ്റ്സ്. ജെയ്ക്കയുടെ മറുപടി കേട്ട് തേയ ആകെ അതിശയിച്ചു പോയി. കാരണം തേയ വിചാരിച്ചത് ജെയ്ക്ക് തന്നെ വഴക്ക് പറയുന്നായിരുന്നു. പക്ഷേ നമ്മുടെ ജെയ്ക്കയുടെ മറുപടി കേട്ട് തേയ്ക്ക് നല്ല സന്തോഷമായി. കാരണം ജെയ്ക്ക് തേയ ആദ്യമായിട്ടായിരിക്കും ഒരു കാര്യത്തിന് ഇങ്ങനെ പ്രശംസിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. തേയ, തൻ്റെ റൂം അവിടെയാ കേട്ടോ. താൻ എവിടെ പോയിക്കോ, ഞാൻ എൻ്റെ റൂമിൽ പോയി കിടക്കുക. ടൈം ഒരുപാട് ലേറ്റ് ആയില്ലേ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കാനോ? അയ്യോ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുമ്പോ ചിസുക്ക് വേറെ റൂമാണെങ്കിൽ അവള് ഞാൻ എന്റെ കൂടെയൊക്കെ എടുക്കാറ്. ഇനി എന്ത് ചെയ്യും? എനിക്കാകെ പേടിയാവുന്നു. സാരമില്ല, സാറിന്റെ റൂമിൽ പോയി സാറിനോട് തന്നെ അവിടെ കിടന്നോട്ടെന്ന് ചോദിക്കാം. വേറൊരു വഴിയില്ല. എന്നാലും ആളത്ര ദേശീയക്കാരനാണെങ്കിൽ കാണുമ്പോ തന്നെ അറിയാം ആള് ജെന്റിൽമാനാ. അതൊരു പേടിക്കണ്ട, സാറിനോട് തന്നെ ചോദിക്കാം. തേയ ജെയ്ക്കയുടെ റൂമിൽ വന്നതും നമ്മുടെ ജെയ്ക്ക് കുളിച്ചിട്ട് പുറത്തേക്ക് വരുമായിരുന്നു. നമ്മുടെ ജെയ്ക്ക് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അയ്യോ അങ്ങനെയല്ല, ടവല് അരയിൽ ചുറ്റിയിരിക്കുമായിരുന്നു. താൻ അവിടെ നിന്നെ ഒന്ന്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട്. എന്നെന്താ കാര്യം പറ. താൻ എന്തിനാ ഈ പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നത്? അതൊക്കെ കാണുമ്പോ സൽമാൻ ഖാനിന് ഓർമ്മ വരുന്നു. നേരം അയ്യോ, അത് പിന്നെ എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ. വീട്ടില് ഞാൻ ജിസുടെ കൂടെ കിടക്കാറ്. പ്ലീസ് സാർ ഒന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നോട്ടെ. എന്ത്, ഇവിടെ കിടക്കാനോ? അത് പറ്റത്തില്ല. അയ്യോ, ഇവളുടെ ആ മുഖം കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ലെന്നും പറയാൻ പറ്റത്തില്ല. ആ ശരി, ഇവിടെ കിടക്ക്. ഇത് കേൾക്കാൻ കാത്തതും നമ്മുടെ തേയ ബെഡിൽ പോയി കിടക്കുന്നു. താൻ എന്താ ബെഡിൽ കിടക്കുന്നേ? താൻ താഴെ കിടന്നോ? അത് പിന്നെ സാർ ഞാൻ താഴെ കിടക്കാറില്ല. സാർ ഇവിടെ തന്നെ കിടന്നോ. ഞാൻ സാറിന്റെ അടുത്തേക്കൊന്നും വരത്തില്ല. സാറിന് ഒരു ശല്യം ചെയ്യത്തില്ല. ഞാനൊരു മൂലക്ക് കിടന്നുറങ്ങിക്കോളാം. പ്ലീസ് 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 സാർ. ശരി, ഈ ഒരു ദിവസത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. ഇനി ഇങ്ങനെയൊന്നും ഞാൻ കിടക്കാൻ സമ്മതിക്കില്ല. ഈ കുറച്ച് ദിവസം മാത്രമേ ഞാൻ ഇങ്ങനെ കിടക്കത്തുള്ളൂ. നമ്മളെപ്പോഴും അവിടേക്ക് പോകുന്നത്. പിന്നെ സാറിന്റെ അടുത്തേക്ക് പോലും നേരെ വരത്തില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തേയ ഉറങ്ങി. തേയ ഉറങ്ങിയ ശേഷം തേക്ക് ഉറക്കത്തിൽ ആരെങ്കിലും കെട്ടിപ്പിടിക്കണം. തേയ തപ്പി 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 നമ്മുടെ കുക്കിയുടെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ കുക്കിയെ കെട്ടിപ്പിടിക്കുന്നു. കുക്കിക്കാണെങ്കിൽ ആകെ ഒരു കിളി പോയ അവസ്ഥയായി. കുക്കിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. തേയാണെങ്കിൽ കുക്കിയെ മുറുക്കെ പിടിച്ചു. അയ്യോ, ഇവിടെ ഇത്ര അടുത്തേക്ക് വന്ന് കിടക്കുന്നുണ്ടിനോ? എനിക്കിനി സഹിക്കാൻ പറ്റില്ല. അവളുടെ ചുണ്ട് സ്ട്രോബെറി പോലെയുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് നോക്കണം. സോറി, എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.